ഐ എം എ ലൂസർ. ഇതായിരിക്കും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കണ്ടിരിക്കുന്ന ഒരു ക്യാപ്ഷൻ. ഹായ്, ഇറ്റ്സ് നം. ഐ എം എ ലൂസർ. എന്റെ ലൈഫിൽ ഞാൻ എങ്ങനെയൊരു ലൂസർ ആയെന്നാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ചെറുപ്പം തൊട്ടേ ഞാനൊരു സ്റ്റാർ കിഡായിരുന്നു എന്റെ ഫാമിലിയിൽ. സ്കൂളിൽ നന്നായിട്ട് പഠിക്കും, എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുക്കും, എല്ലാത്തിലും എനിക്ക് പ്രൈസും കിട്ടുമായിരുന്നു. ടീച്ചേഴ്സിന്റെ ഫേവറേറ്റ്, എന്റെ ക്ലാസ്മേറ്റ്സിന്റെ കണ്ണിലെ കരട്, അങ്ങനെയെല്ലാം എന്നെ വിളിക്കായിരുന്നു. ഐ വാസ് ദ പെർഫെക്റ്റ് ഡോട്ടർ ഇൻ എവറി സെൻസ്. നല്ലോണം പഠിക്കുന്നതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായമാണ്. ദ സോ കോൾഡ് ഒബീഡിയന്റ്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, എല്ലാ ആക്ടിവിറ്റീസിലും ഓടിച്ചാടി കിടന്ന് പങ്കെടുക്കുന്ന, വോളണ്ടിയർ ചെയ്യുന്ന, കൈൻഡ് ഓഫ് ആൻ ഓൾറൗണ്ടർ എന്നൊക്കെ പറയാം. എനിക്ക് ആ ഒരു ഇമേജ് എന്റെ സ്കൂളിലോട്ട് ഉണ്ടായിരുന്നു. ഐ ക്യാൻ എക്സൽ ഇൻ എവറിത്തിങ് എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. അന്ന് ചെറുതാണല്ലോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോഴും എന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഐ നീഡ് ടു എക്സൽ ഇൻ എവറിത്തിങ്. എനിക്ക് ടീച്ചേഴ്സിന്റെ ഫേവറേറ്റ് ആവണം, ഇല്ലെങ്കിൽ ഞാനൊരു ഡിസപ്പോയിന്റ്മെന്റ് ആവും എന്നൊക്കെ ഒരു തോട്ടിലാണ് ഞാൻ കോളേജിലെത്തിയത്. ആൻഡ് ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഐ കുഡ് ഡു ദാറ്റ്. പക്ഷെ കോളേജിലെത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവിടെ വന്ന എല്ലാവർക്കും ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. എല്ലാവരും അവരവരുടെ സ്കൂളില് എക്സലിംഗ് സ്റ്റുഡൻസ് ആയിരുന്നു, ടീച്ചേഴ്സ് ഫേവറേറ്റ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ അക്കാഡമിക്സിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എല്ലാത്തിലും എക്സൽ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് ആ കോളേജിലുണ്ടായിരുന്നത്. എപ്പോഴും എല്ലാവരും പറയും കോളേജ് ലൈഫ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ് യു ഹാവ്. ലൈക്ക് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് കോളേജ്. ശരിക്കും പറഞ്ഞാൽ അത് സത്യമാണ്. കോളേജിലെത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എനിക്ക് ആരെയും ഡിസപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ മീൻ ദ സോ കോൾഡ് റൂൾസ്. അല്ലെങ്കിൽ എനിക്ക് എല്ലാരും ചെയ്യുന്ന പോലെ കുറച്ച് റിബലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് പേടിയാണ്. എന്താ എന്റെ പേടി? എന്റെ പേടി എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ പേരൻസിനെ ഡിസപ്പോയിന്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്റെ ടീച്ചേഴ്സിനെ ഡിസപ്പോയിന്റ് ചെയ്യും. ഇപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് എവിടെയെങ്കിലും പോകാനായിട്ട് എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഞാനില്ല, ടീച്ചേഴ്സ് അറിയും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അറിഞ്ഞാൽ പ്രശ്നവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്നെ വിളിച്ച് ഞാൻ പറയും ഞാൻ അങ്ങനെ ചെയ്യില്ല, അത് എന്തെങ്കിലും ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, അത് ശരിയാവും. ഈ ശരിയാവില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം അത് എനിക്കൊരു ബാഡ് മാർക്ക് ആവും. അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു, നോർമലി ദ ഗുഡ് ഗേൾസ് ഇങ്ങനെ ചെയ്യില്ല, ആൻ ഇങ്ങനെയല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നു തുടങ്ങി. പക്ഷെ അത് പിന്നെ കുറച്ച് കൂടി വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെ എല്ലാത്തിലും എക്സൽ ചെയ്യുമ്പം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു എക്സ്പെക്ടേഷൻ നമ്മളെ ശരിക്കും പറഞ്ഞ ഒരു കേജിലിടുകയാണ്. അതായത് നീ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, പെർഫെക്റ്റ് ഗേൾസ് ആണെങ്കിൽ ഇങ്ങനെയാണ് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഡോട്ടർ ആണെങ്കിൽ നീ ഇന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. എന്നെ അതാരും അടിച്ചേൽപ്പിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ തോന്നി തുടങ്ങി. ഞാൻ അങ്ങനെ ചെയ്യണം, ഐ നീഡ് ടു കീപ് അപ്പ് ദ എക്സ്പെക്ടേഷൻസ്, ഐ നീഡ് ടു ലീവ് അപ്പ് ടു ദ എക്സ്പെക്ടേഷൻസ് ഓഫ് മൈ പേരൻസ്, ഐ നീഡ് ടു ലീവ് അപ്പ് ടു ദ എക്സ്പെക്ടേഷൻസ് ഓഫ് ദ സൊസൈറ്റി എന്നുള്ളൊരു തോട്ട് എന്റെ മനസ്സിൽ വന്നു തുടങ്ങി. അത് റിയലൈസ് ചെയ്ത സമയത്ത് ഞാൻ ഇല്ലാണ്ടായിപ്പോയി. ശരിക്കും പറഞ്ഞു ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ജീവിച്ചിട്ടില്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നെ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് പുറത്തു പോകാനോ അല്ലെങ്കിൽ ക്ലാസ് ബങ്ക് ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് 100 പ്രാവശ്യം ആലോചിക്കും. ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്റെ പേരൻസ് ഡിസപ്പോയിന്റഡ് ആവോ, എന്റെ ടീച്ചേഴ്സ് ഡിസപ്പോയിന്റഡ് ആവോ, എന്റെ ആ ഗുഡ് ഗേൾ സിൻഡ്രോം എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. കോളേജിന്റെ 3rd ഇയർ ആയപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം വന്നു തുടങ്ങി. ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ് ഈസ് ഓക്കെ ടു ഡിസപ്പോയിന്റ് സം പീപ്പിൾ സംടൈംസ്, ബട്ട് നോട്ട് ഓൾവേസ്. അപ്പോഴും ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. യു കാൺ ഡിസപ്പോയിന്റ് എവ്രി വൺ ഓൾവേസ്. കുറച്ചൊക്കെ ഡിസപ്പോയിന്റ്മെന്റ് ആവാം, ബട്ട് ഇറ്റ് ഈസ് ഫൈൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയി എനിക്ക്. അങ്ങനെ കുറച്ച് എന്താ പറയാ ക്ലാസ് ബങ്ക് ചെയ്യലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ടീച്ചേഴ്സ് എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും പറയുമ്പോഴോ എനിക്ക് ഭയങ്കര ഒരു റിഗ്രറ്റ് അടിക്കും. ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയല്ലോ, എന്റെ പേരൻസ് എന്ത് വിചാരിക്കും, അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് എനിക്ക് ലീവ് ചെയ്യാൻ പറ്റില്ലെങ്കിലോ, അവര് എന്നെ കുറിച്ച് വിചാരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണോന്ന് അവർക്ക് മനസ്സിലാവോ എന്നൊക്കെയുള്ള ഒരു റിഗ്രറ്റ് ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനെ ഞാൻ കാര്യമായിട്ട് അങ്ങനെ ഒരുപാട് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാൻ നിന്നില്ല. അപ്പോഴേക്കും കോളേജ് കഴിഞ്ഞു, എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി. ഞാനൊരു കോർപ്പറേറ്റിലാണ് പ്ലേസ്ഡ് ആയത്.
അഗൈൻ എന്റെ പേരൻസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടി. ഒരു നല്ല ഹൈ പേയിങ് എൻട്രി ലെവൽ ജോബ് ആണെങ്കിൽ പോലും ഹൈ പേയിങ് ജോബായിരുന്നു. എന്റെ പേരൻസ് എല്ലാവരോടും പറഞ്ഞു നടന്നു എനിക്ക് മോക്ക് ജോലി കിട്ടി, ഇന്ന കമ്പനിയിലാണ് ജോലി, ഇന്നതാണ് പാക്കേജ് എന്നൊക്കെ പറഞ്ഞു എല്ലാരും പറഞ്ഞു. അങ്ങനെ വീണ്ടും അവരുടെ എക്സ്പെക്ടേഷൻസ് അവർ കുറച്ചുകൂടി ഉയർത്തി. എന്റെ മനസ്സിൽ അൺനോയിങ്ങിലെ ആണെങ്കിലും ആ ഒരു എക്സ്പെക്ടേഷൻ എനിക്ക് വന്നു. അതായത് ഐ ഹാവ് ടു ലീവ് അപ് ടു ദെയർ എക്സ്പെക്ടേഷൻ. കോർപ്പറേറ്റിൽ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. The more you work, the more work you will get and the less appreciation you will get. നമ്മളൊരു കോർപ്പറേറ്റിൽ എത്ര ചത്ത് കിടന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇഫ് യു ഡോണ്ട് പ്ലീസ് പീപ്പിൾ, ഇഫ് യു ഡോണ്ട് ബിഹേവ് ഇൻ എ സർട്ടൻ വേ, ഇഫ് യു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻസ്, ഇഫ് യു ആർ നോട്ട് റെഡി ടു ഷുഗർ കോട്ട് യുവർ വേർഡ്സ്, അല്ലെങ്കിൽ ഒരു മാനേജറുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സീനിയറുടെയോ മൂഡ് താങ്ങി നടക്കാന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. അപ്പൊ അതുപോലെ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര നിങ്ങൾ കഷ്ടപ്പെട്ട് അമേസിങ് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ലോഡ് പുച്ഛവും കുറെ പണിയുമായിരിക്കും. അങ്ങനെ ഞാനൊരു 3.5 വർഷം അവിടെ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പ് തോന്നിയത്. കാരണം ഞാൻ എന്റെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്ന വിചാരിച്ചു ഞാൻ അങ്ങനെയല്ല എന്റെ ലൈഫ് കൊണ്ടുപോകുന്നത്. എന്റെ ക്രിയേറ്റിവിറ്റി ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് തന്നെയും പിന്നെയും എവറി നൗ ആൻഡ് ദെൻ ഐ യൂസ് ടു ഡു ദ സെയിം വർക്ക്, ഈവൻ സാറ്റർഡേ ആൻഡ് സൺഡേ. എന്റെ ഉള്ളിലെ ലൈഫ് തന്നെ പോയ പോലെ ഞാനൊരു റോബോട്ടിനെ പോലെ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അഫ്കോഴ്സ് എനിക്ക് സാലറി കിട്ടുമ്പോൾ ഐ ബി ലൈക്ക് വെരി ഹാപ്പി. പക്ഷെ ഞാൻ ജീവിക്കുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വാസ് നോട്ട് ലിവിങ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക്, ഞാൻ ഭയങ്കര എന്റെ ഫുൾ ഹാർട്ടായിട്ട് ഞാൻ ചെയ്തൊരു വർക്ക് ഞാൻ എന്റെ ഒരു സീനിയറിന് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് ദിസ് ഇസ് ഓഫ് നോ യൂസ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഐ വാസ് ഷാറ്റേർഡ്, ഐ വാസ് ഹാർട്ട് ബ്രോക്കൺ. ഞാൻ അത്രയും കഷ്ടപ്പെട്ടൊരു വർക്ക് ചെയ്തിട്ട് അതൊന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പം എനിക്കുണ്ടായ എന്റെ ലൈഫിൽ അത്രയും നാൾ, അതായത് എന്റെ ചെറുപ്പം തൊട്ടേ എനിക്കുണ്ടായിരുന്ന ആ ഒരു കോംപ്ലക്സ്, എനിക്കുണ്ടായിരുന്ന ഒരു പെർഫെക്റ്റ് കിഡ് സിൻഡ്രോം അല്ലെങ്കിൽ സ്റ്റാർ കിഡ് സിൻഡ്രോം ഉടഞ്ഞ് താഴെ വീണു. ഐ ഡിസപ്പോയിന്റഡ് മൈ സീനിയർ, ഐ ഡിസപ്പോയിന്റഡ് മീ. ഞാൻ ഒന്നിനും കൊള്ളില്ല, ഞാനൊരു ഫെയിലിയർ ആണ്, ഞാൻ എന്തിനാ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഐ ഫെൽറ്റ് ലൈക്ക് ആൻ ഇമ്പോസ്റ്റർ. അന്ന് ഞാൻ ശരിക്കും കരഞ്ഞു. അന്ന് ഞാൻ കുറെ നേരം ഇരുന്ന് കരഞ്ഞു. ആ കരഞ്ഞു കഴിഞ്ഞപ്പോൾ വന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്, ഐ വുഡ് സേ പോസ്റ്റ് ക്രൈ ക്ലാരിറ്റി. ആ ക്ലാരിറ്റിയിലാണ് എനിക്ക് മനസ്സിലായത് യു ആർ എ ലൂസർ. ഐ മീൻ, ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ ടു ബി എ ലൂസർ. ഒരു ലൂസർ ആണെന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴും ഒരു ലൂസർ ആവുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ മാത്രമായിരിക്കും. അങ്ങനെ ലൂസർ ആവുന്നത് അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്പെക്ടേഷൻ നമ്മൾ മീറ്റ് ചെയ്യാത്തടത്തോളം നമ്മൾ അവരുടെ കണ്ണിൽ ഒരു ലൂസർ ആയിരിക്കും. ആൻഡ് ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാനല്ല ജീവിക്കുന്നത്. എന്റെ കാര്യങ്ങൾ നോക്കുന്നത് മറ്റുള്ളവരല്ല, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല, എന്റെ ജീവിതം ജീവിക്കുന്നത് മറ്റുള്ളവരല്ല, അത് ഞാനാണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ എടുത്ത ഡിസിഷൻസ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ ചെയ്തില്ലെങ്കിൽ, ഇഫ് ദാറ്റ് മേക്സ് മീ എ ലൂസർ, ഐ ആം എ പ്രൗഡ് ലൂസർ ആൻഡ് ഐ ആം ഓക്കെ ബീയിങ് എ ലൂസർ ഓൾ മൈ ലൈഫ്. ഞാൻ അതിനുശേഷം എന്റെ ജോബ് ക്വിറ്റ് ചെയ്തു. ഐ കുഡന്റ് ലീവ് അപ് ടു ദ എക്സ്പെക്ടേഷൻസ് ഓഫ് ദ കമ്പനി എന്ന് എനിക്ക് തന്നെ തോന്നി. സോ ഐ ക്വിറ്റ് മൈ ജോബ്. അപ്പൊ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു, വിൽ ഐ ബി എ ഡിസപ്പോയിന്റ്മെന്റ് ടു മൈ പേരൻസ്? And the answer was yes, I was a disappointment to my parents, but am I okay with it? Yes, I am okay with it. So എനിക്ക് പറയാനുള്ളത്, എന്നെ പോലെ ഇങ്ങനെ സ്റ്റാർ കിഡ് സിൻഡ്രോം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ഡിസപ്പോയിന്റ് ചെയ്യാനായിട്ട് മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ, ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് യു ഷുഡ് ഡിസപ്പോയിന്റ് സംവൺ വൺസ് ഇൻ എ വൈൽ. യു ഷുഡ് ഫെയിൽ വൺസ് ഇൻ എ വൈൽ. ഓൾവേസ് എപ്പോഴും നിങ്ങൾ സക്സസ് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഞാൻ ബെസ്റ്റ് ആയിരിക്കണം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ദാറ്റ് വിൽ നോട്ട് ടേക്ക് യു എനിവെയർ. സോ ഐ ഗെസ് ദാറ്റ് മേക്സ് മീ എ ലൂസർ. ആൻഡ് ഇത് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ വിത്ത് മീ.
So yeah.